സാധാരണക്കാർക്ക് സൗജന്യ ചികിത്സാ സഹായം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ഡൽഹി സർക്കാർ ആരംഭിച്ച അവരുടെ അഭിമാന പദ്ധതിയായ മൊഹല്ല ക്ലിനിക്കുകൾ ഇന്ന് ഗുരുതരമായ പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. ക്ലിനിക്കുകൾ കൂട്ടത്തോടെ അടച്ചുപൂട്ടുന്നതും ജീവനക്കാരെ പിരിച്ചുവിടുന്നതും ഒരു വശത്ത്, മറുവശത്ത് രോഗികളില്ലാതെ വ്യാജ ലാബ് പരിശോധന നടത്തി വൻ അഴിമതി നടത്തിയെന്ന ഞെട്ടിക്കുന്ന ആരോപണം. BJP സർക്കാരിന്റെ കാലത്ത് മാത്രം 170 ക്ലിനിക്കുകളാണ് അടച്ചുപൂട്ടിയത്. നിലവിൽ ഈ കേന്ദ്രങ്ങളുടെ അവസ്ഥ എന്താണെന്ന് പരിശോധിക്കുകയാണ് ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാർ. അരവിന്ദ് കെജ്രിവാൾ സർക്കാർ കുട്ടിക്കൊഴിച്ചു കൊണ്ടുവന്ന മൊഹല്ല ക്ലിനിക്കുകളുടെ നിലവിലെ അവസ്ഥ എന്താണ്, അത് പരിശോധിക്കാനാണ് റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പഹർഗഞ്ച് എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു മൊഹല്ല ക്ലിനിക്കിലാണ്. ഇതൊരു ക്യാബിൻ മാതൃകയിലുള്ള ഒരു ക്ലിനിക്കാണ്. ഇവിടെ 4 ജീവനക്കാരാണ് ഉണ്ടാകുക. ഒരു മെഡിക്കൽ ഓഫീസറും നഴ്സും ഒരു ഫാർമസിസ്റ്റും അടക്കം 4 ജീവനക്കാരാണ് ഉണ്ടാവുക. നമ്മൾ അതിനകത്തേക്ക് കയറുന്നില്ല, പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ വളരെ ചെറിയ സൗകര്യം മാത്രമേ ഉള്ളൂ. ആ പരിമിതമായ സൗകര്യത്തിൽ നിന്നാണ് ഇത് പ്രവർത്തിക്കുന്നത്. നമ്മൾ നേരത്തെ തന്നെ ഇതിനകത്ത് കയറി ആ മെഡിക്കൽ ഓഫീസറോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം അകത്തേക്ക് കയറരുതെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ കയറാത്തത്. പക്ഷേ നമ്മൾ നേരിട്ട് കണ്ടതനുസരിച്ച് വളരെ പരിമിതമായ സൗകര്യം മാത്രമേ ഉള്ളൂ. കേരളത്തിലെ PHC ഒക്കെ വെച്ച് കമ്പയർ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ട് പ്രതിദിനം 1 മുതൽ 200 വരെ, ഇതിലേറ്റവും, അതായത് പല ദിവസങ്ങളിൽ പല രീതിയിലാണ് പേഷ്യൻസ്, രോഗികൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. പല ആളുകൾ ചില ദിവസം ആരും വരാത്ത ദിവസവും ഉണ്ടെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത്രയ്ക്കും ഒരു അവസ്ഥയിലാണ് ഇവിടുത്തെ ഈ മൊഹല്ല ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിൽ 170 മൊഹല്ല ക്ലിനിക്കുകളാണ് ഡൽഹിയിൽ BJP സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം അടച്ചുപൂട്ടിയത്. പല ക്ലിനിക്കുകളിലും അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുണ്ട്. അതായത് മരുന്ന് ഷോർട്ടേജ് ഉണ്ട്, പല പ്രശ്നങ്ങളുണ്ട്. ഈ രോഗികളുടെ എണ്ണത്തിലുള്ള ക്രമക്കേടടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ക്ലിനിക്കുകളൊക്കെ പൂട്ടാൻ പുതിയ BJP സർക്കാർ തീരുമാനിച്ചത്. ഇത് ഈ പഹർഗഞ്ച് മൊഹല്ല ക്ലിനിക്കിന്റെ പിൻവശമാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, അത്രയും വൃത്തിയില്ലാതെയാണ് ഇത് കിടക്കുന്നത്. ആളുകൾ ഇവിടെ ശൗചാലയം ഇല്ലാത്തതുകൊണ്ട് തന്നെ മൂത്രമൊഴിക്കാൻ ഇങ്ങോട്ടേക്കാണ് വരുന്നത്. തൊട്ടപ്പുറത്ത് ചേർന്നൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിലെ മാലിന്യങ്ങൾ മൊത്തവും ഇതിന്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത്. ഇത് ഇവിടെ തുടങ്ങിയതിന് ശേഷം അറ്റകുറ്റപ്പണി നടത്തിയിട്ടേ ഇല്ല എന്ന് നമുക്കത് ഒറ്റനോട്ടത്തിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും. കാരണം ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ ഈ അരവിന്ദ് കെജ്രിവാളിന്റെ ഒക്കെ ഫ്ലെക്സുകൾ മറ്റും ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പോൾ കീറിപ്പറഞ്ഞ അവസ്ഥയാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ചാണകം വരെ അതിന്റെ പുറത്തേക്ക് തേച്ചിട്ടുണ്ട്. അങ്ങനത്തെ അവസ്ഥയിലാണ് ഈ ക്ലിനിക്ക് മുഴുവൻ കിടക്കുന്നത്. വൃത്തി എന്ന് പറയുന്ന സാധനം ഇതിന്റെ അകത്തുമില്ല, പുറത്തുമില്ല. ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ആളുകൾ പനി ബാധിച്ചും ജലദോഷം ബാധിച്ചും ചെറിയ അസുഖങ്ങളൊക്കെ ബാധിക്കുമ്പോൾ എത്തേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പരിതാപകരമായിട്ടുള്ള കാര്യം. ഇത് ഈ മൊഹല്ല ക്ലിനിക്കിന്റെ മുൻവശമാണ്. ഇവിടെ നമ്മൾ വന്നപ്പോൾ എഴുതിയിട്ടുണ്ട്, വി ആർ കമ്മിറ്റഡ് ടു മേക്ക് ദ ബെസ്റ്റ് മെഡിക്കൽ ഫെസിലിറ്റീസ് ആക്സസിബിൾ ടു ദ പൂറസ്റ്റ്. സാധാരണക്കാർക്ക് ഏറ്റവും മികച്ച ആരോഗ്യ സൗകര്യങ്ങളൊക്കെ ലഭ്യമാക്കാൻ തങ്ങൾ പ്രതിജ്ഞാബദ്ധരെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. കേട്ട് ഞെട്ടയൊന്നും വേണ്ട, വെറും വാഗ്ദാനം മാത്രമാണ്. ഈ അവസ്ഥ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. എന്റെ കൂടെ ഈ പഹർഗഞ്ചിൽ താമസിക്കുന്ന ഒരാളുണ്ട്. ആ പഹർഗഞ്ച് में रखता है? हाँ जी, मैं इधर आ गया हो कैसे? सर मोहल्ला क्लिनिक तो बहुत बढ़िया था सर, अब तो खराब हो गया बिल्कुल. दवाई उवाई नहीं मिल रही है. छोटी छोटी दवाइयों के लिए हॉस्पिटल जाना पड़ रहा है. वहाँ धक्के खा रहा हूँ, वहाँ भी नहीं मिल पाते हैं. वहाँ चले जाओ ऐसा करके, मतलब बिल्कुल ही बहुत पहले अच्छा काम हो रहा था मोहल्ला क्लिनिक का. अब तो दवाइयाँ एक भी नहीं मिल रही है. അദ്ദേഹം പറയുന്നത് ഈ ചെറിയ ചെറിയ അസുഖങ്ങൾക്ക് എങ്ങനെയാണ് വലിയ ആശുപത്രിയിലേക്ക് പോകേണ്ടത്, തൊട്ടടുത്ത് ഈ സംവിധാനം ഉണ്ടായിരുന്നപ്പോൾ വലിയ ഉപകാരമായിരുന്നു ഇവിടുത്തെ ആളുകൾക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ
ശരിയായിരുന്നു. ഈ മൊഹല്ല ക്ലിനിക്കുകൾ ഉണ്ടായിരുന്ന സമയത്ത്, തുടങ്ങിയ സമയത്ത് ആളുകൾക്ക് ഉപകാരമായിരുന്നു. സൗജന്യമായിട്ടായിരുന്നു പ്രാഥമികമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ഇവർക്ക് ചികിത്സയും മരുന്നും ഒക്കെ നൽകിയിരുന്നത്. പക്ഷേ പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള ക്യാബിനുകളിലാണ് ഈ മൊഹല്ല ക്ലിനിക്കുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. മാത്രമല്ല ചിലയിടങ്ങളിൽ വാടക കെട്ടിടങ്ങളിലും. ഇതൊക്കെ ഒരുപാട് ക്രമക്കേടുകൾക്ക് ഇടയാക്കി എന്നുള്ളൊരു CAG റിപ്പോർട്ടും വന്നിരുന്നു. അതിന് പിന്നാലെയാണ് 170 മൊഹല്ല ക്ലിനിക്കുകൾ അടച്ചുപൂട്ടാൻ ഡൽഹി സർക്കാർ ഉത്തരവിട്ടത്. 530 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് പകരം ആയുഷ്മാൻ ആയുർ മന്ദിർ എന്ന് പറയുന്ന പുതിയ സ്കീമിലൂടെ പുതിയ ഇതേപോലെ CHC പോലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങാനാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ മൊഹല്ല ക്ലിനിക്കുകൾ നടപ്പിലാക്കിയത് നല്ല ഉദ്ദേശത്തോടെയാണ്. പക്ഷേ അതിൽ പല ക്രമക്കേടുകളും ഉണ്ടായി എന്നുള്ളത് വസ്തുതയാണ്. എന്തായാലും പുതിയ സർക്കാർ ഇതിനെ എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പഹർഗഞ്ചിൽ നിന്നും ജിജീന്ദ്രനൊപ്പം അജീഷ് ജയകുമാർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.